ഹായ് ഫ്രണ്ട്സ്, കാൻഡിഡ് ക്രിയേറ്ററിന്റെ മറ്റൊരു അടിപൊളി വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നൊരു വെറൈറ്റി ഡിഷാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. തേങ്ങാച്ചോറ് നിങ്ങൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും, പക്ഷെ അതിന്റെ കൂടെ മോസ്റ്റ്ലി ഒന്നില്ലെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ ബീഫ്, അതാണ് നമ്മൾ കോമൺ ആയിട്ട് ട്രൈ ചെയ്യാറ്. അപ്പൊ ഞാൻ ഇന്ന് വെറൈറ്റി ആയിട്ട് മീൻ ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് വിചാരിച്ചു. മീൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ചെമ്പല്ലിയാണ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് തേങ്ങാച്ചോറും ചെമ്പല്ലി റോസ്റ്റും ഉണ്ടാക്കിയാലോ? രാവിലെ തന്നെ ചൂണ്ടയിട്ട് പിടിച്ച നല്ല ഫ്രഷ് ചെമ്പല്ലി വെച്ചാണ് നമ്മൾ ഇന്ന് ഈ ചെമ്പല്ലി റോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഏതാണ്ട് 1/2 കിലോയ്ക്ക് മേലെ ചെമ്പല്ലി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അതിനൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ മീൻ ഫ്രൈ ചെയ്യാനുള്ള മസാല നമുക്ക് റെഡിയാക്കി എടുക്കാം. മുളക് പൊടി, കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. അതിനുശേഷം കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമ്മളിതൊരു പേസ്റ്റ് കൺസിസ്റ്റൻസി ആക്കി എടുക്കണം. എന്നിട്ട് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല നമ്മൾ നേരത്തെ വരഞ്ഞു വെച്ച മീനിലേക്ക് നന്നായിട്ട് പുരട്ടി കൊടുക്കണം. അപ്പോൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ ഒരു 1 മണിക്കൂറത്തേക്ക് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ എത്ര നേരമാണോ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റും കൂടും. അപ്പോൾ തേങ്ങാച്ചോറ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുക്കർ എടുത്ത് അടുപ്പത്ത് വെക്കാം. ഇതിനു വേണ്ട മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സവാള നല്ല നീളത്തിൽ അരിഞ്ഞത്, പിന്നെ 1 സ്പൂൺ പെരിഞ്ചീരകപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. നന്നായിട്ട് ചൂടായ കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഈ സവാള ഇതിനകത്തിലേക്ക് ഇട്ടിട്ട് വാടി വരുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ഈ പൊടികളെല്ലാം നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമ്മളത് നന്നായിട്ട് ഇളക്കണം. എന്നിട്ട് നമുക്ക് ഈ കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കി ഈ സവാള ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് തേങ്ങാപ്പാൽ എന്നുള്ള കണക്കിലാണ് എടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാൽ കുക്കറിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനകത്തിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ റേഷൻ അരിയാണ് എടുത്തിരിക്കുന്നത്. കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 5 വിസിലടിക്കണം. എന്നിട്ട് ആവിയെല്ലാം പോയി കഴിയുമ്പോൾ നമ്മളിത് തുറന്നു നോക്കുമ്പോൾ നമ്മുടെ തേങ്ങാച്ചോറ് നന്നായിട്ട് വെന്ത് സെറ്റായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ഈ സമയം കൊണ്ട് നമ്മുടെ ചെമ്പല്ലി റോസ്റ്റ് റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ നമുക്ക് അടുപ്പിലേക്ക് പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് പാൻ അത്യാവശ്യം ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏതാണ്ട് 1 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെച്ച മീനാണ്. നമുക്കതൊന്ന് വറുത്തെടുക്കാം. മീൻ വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അധികം അങ്ങോട്ട് മുരിച്ചു കൊടുക്കരുത്. ഒരു 1/4 ഭാഗം വേവേ ആകാവുള്ളൂ. റോസ്റ്റിന് വേണ്ടി എടുക്കുമ്പോൾ ഇതിൻ്റെ മാംസം അധികം കട്ടിയായിട്ടിരിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ 1/4 ഭാഗം വേവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ആവശ്യത്തിന് വേവായ ശേഷം നമുക്ക് ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ റോസ്റ്റിനുള്ള മസാലയാണ്. അതിനകത്തിലേക്ക് നമ്മൾ മീൻ വറുത്തതിൻ്റെ ബാക്കി എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിവിടെ ഒരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ കടുകിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. പിന്നെ ഒരു 2 തണ്ട് കരിവേപ്പില, പിന്നെ കീറി വെച്ചിരിക്കുന്ന മുളകിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ മുളകിൻ്റെ ഒരു പച്ചിപ്പൊക്കെ മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാളയാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ഇതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ റോസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് ഇതിനകത്തിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി നമ്മുടെ ഗ്രേവി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ 2ാമത്തെ വിസിലടിച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച തക്കാളി എല്ലാം ഉടഞ്ഞു ചേർന്നിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീനെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ഗ്രേവിയിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമ്മൾ വെക്കാവുള്ളൂ. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഞാനത് തുറക്കാൻ പോവാണ്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ചെമ്പല്ലിയൊക്കെ നന്നായിട്ട് വെന്ത് അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ആവി പോകാൻ മാറ്റി വെച്ച് ആ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ തേങ്ങാച്ചോറെല്ലാം നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങാച്ചോറും ചെമ്പല്ലി റോസ്റ്റും സെറ്റായിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഞാനിത് കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷായിരുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം എന്നെ കമൻറ്റ് വഴി അറിയിക്കുക. അടുത്തൊരു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.